ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിരവധി ചിത്രങ്ങളാണ് സർപ്രൈസ് ആയിട്ട് OTT റിലീസിനെത്താൻ പോകുന്നത്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളും വരും ദിവസങ്ങളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ വർഷത്തെ സർപ്രൈസ് ഹിറ്റായിട്ട് മാറിയ ഹോളിവുഡ് ചിത്രമാണല്ലോ ഒബ്സെഷൻ എന്ന് പറയുന്ന സിനിമ. ഹൊറർ ചിത്രങ്ങൾക്ക് പുതിയൊരു അവതരണ ശൈലി ഒരുക്കിയ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും തരംഗമായിട്ട് വൻ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സിനിമയുടെ OTT അപ്ഡേറ്റ്സുകളൊക്കെ ലഭ്യമായിരിക്കുന്നത്. ചിത്രത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മൈക്കിൾ ജോൺസനെ കേന്ദ്ര കഥാപാത്രമാക്കി ക്യൂറി വർക്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഒബ്സെഷൻ എന്ന് പറയുന്ന സിനിമ. മെയ് മാസം 29 തിയേറ്ററിലോട്ടെത്തിയ ചിത്രം ഇപ്പോഴത്തെ ലോകം മുഴുവൻ തരംഗമായിട്ട് മാറുകയാണ്. ഇപ്പോഴത്തെ ചിത്രം 3ാം ആഴ്ചയിലോട്ട് കടന്നപ്പോൾ കേരള ബോക്സ് ഓഫീസിന് വൻ കളക്ഷൻ നേടുന്ന ചിത്രം ഇതിനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 2500 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ വരുന്ന ജൂൺ മാസം 25 ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം OTT റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രം ഈ ഒരു വർഷത്തെ മറ്റൊരു സർപ്രൈസ് ഹിറ്റാണ്. അർജുൻ കേന്ദ്ര കഥാപാത്രമെത്തിയ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമയാണ്. അർജുനോടൊപ്പം തന്നെ അഭിരാമി, പൃഥ്വി മുതൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ സുഭാഷ് കെ രാജ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ. രവി ബസൂർ ആയിരുന്നു ചിത്രത്തിന് മ്യൂസിക് ഒരുക്കിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോഴത്തെ ചിത്രം 4ാം വാരത്തിലോട്ട് കടന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിലും തമിഴ്നാട് ബോക്സ് ഓഫീസിലും വൻ വിജയം നേടി ഏകദേശം 75 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ OTT വഴി സ്ട്രീമിംഗ് നടത്താൻ പോവുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിട്ട് നമുക്ക് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ ജൂൺ 25 മുതൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മലയാളത്തിലെ മറ്റൊരു ഹിറ്റ് അടിച്ച ചിത്രമാണല്ലോ അതിരടി എന്ന് പറയുന്ന സിനിമ. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ അരുൺ രാജരത്നൻ ഡയറക്ട് ചെയ്ത ചിത്രം കേരള ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ലൊരു വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 70 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ സോണി ലൈവ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം നാളെ സ്ട്രീമിംഗ് നടത്താൻ പോവുകയാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിട്ട് നമുക്ക് സോണി ലൈവ് വഴി അതിരടി എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്നത്തെ സർപ്രൈസ് OTT റിലീസ് ആയെന്ന് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ 2026 എക്കാലത്തെ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയ ദൃശ്യം 3 എന്ന് പറയുന്ന ലാലേട്ടൻ ചിത്രമാണ്. ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ ഇറങ്ങിയ ഏറ്റവും പുതിയ ചിത്രം ഇതിനോടൊപ്പം തന്നെ 240 കോടി രൂപ തിയേറ്റർ കളക്ഷനായിട്ടും വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയപ്പോൾ ബിസിനസ് ഉൾപ്പെടെ 330 കോടി സ്വന്തമാക്കിയ ചിത്രമായിരുന്നു. ജിത്തു ജോസഫ് ആണ് ഈ ഒരു സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നേ. ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് നിരവധി സിനിമാ പ്രേമികളായിരുന്നു കാത്തിരുന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഈ ചിത്രം ഇന്ന് ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് നടത്താൻ പോവുകയാണ്. ഇപ്പോഴും ചിത്രം തിയേറ്ററിൽ മികച്ച ഒരു കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഇന്നും നാളെയും വരും ദിവസങ്ങളിലൂടെയായിട്ട് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം റിലീസിനെത്താൻ പോകുന്ന ചിത്രങ്ങൾ. എന്തൊക്കെയാണ് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സുകൾ ഉണ്ടാകുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള OTT അപ്ഡേറ്റ്സുകളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.